വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഇയാൾ തടവ് ചാടാൻ തീരുമാനിച്ച വിവരം അറിയാമായിരുന്നു എന്ന് ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു തടവുകാരൻ പോലീസിന് മൊഴി നൽകിയിരിക്കുകയാണ്. ഈ സഹതടവുകാരൻ തമിഴ്നാട് സ്വദേശിയാണ്. ജയിൽ ചാട്ടത്തിനുള്ള ആസൂത്രണം ആഴ്ചകൾക്ക് മുമ്പേ തുടങ്ങി എന്നാണ് ഇയാൾ പറയുന്നത്. ഈ സഹതടവുകാരനും ജയിൽ ചാടാൻ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ ഈ കമ്പിക്കുള്ളിലൂടെ പുറത്ത് കടക്കാൻ ഇയാൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് അയാൾ ഇപ്പോൾ മൊഴി നൽകിയിരുന്നത്. അപ്പോൾ ഇതൊരു കൂട്ട് കൃഷിയായിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. രണ്ടുപേരും ഒരുമിച്ചാണ് ഇത് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത്. അതിൽ ഗോവിന്ദച്ചാമി ചാടി, ഇയാൾക്ക് ചാടാൻ കഴിഞ്ഞില്ല. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങൾ നൽകും. അരുൺ, രണ്ടുപേരും സംയുക്തമായി നടത്തിയ നീക്കമാണല്ലേ? ഒളിഞ്ഞു പക്ഷേ അരുണ കേൾക്കാമോ? ഇത് ഈ രണ്ടുപേരും ഒരുമിച്ച് നടത്തിയ ഒരു നീക്കം അല്ലേ? അതിൽ ഗോവിന്ദച്ചാമിക്ക് അപ്പുറത്തെത്താൻ പറ്റി, ഇയാൾക്ക് കമ്പിക്കുള്ളിലൂടെ പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ആദ്യഘട്ടത്തിൽ ഈ സഹതടവുകാരനായിട്ടുള്ള തമിഴ്നാട് സ്വദേശിക്ക് ഈ വിവരം അറിയില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു പുറത്തു വന്നത്. പക്ഷേ ഇപ്പോൾ ഗോവിന്ദച്ചാമിയെ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്ത ഘട്ടത്തിലാണ് സഹതടവുകാരന് കൂടി ഈ വിവരം അറിയാമായിരുന്നു എന്ന വിവരം പോലീസിൽ ലഭിച്ചത്. അതിനുശേഷമാണ് ഈ സഹതടവുകാരൻ്റെ മൊഴി രേഖപ്പെടുത്തിയത്. അതിലാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള ഈ വിവരം ലഭിക്കുന്നത്. ഈ വിവരം നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഇത് പദ്ധതിയിട്ടത്, അതായത് ജയിൽ ചാടുന്നതിന് വേണ്ടി പദ്ധതിയിട്ടത്. ഈ ഇരുമ്പ് കമ്പി മുറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടത്തിയത് ആദ്യഘട്ടത്തിൽ ഇവർ ഒരുമിച്ചായിരുന്നു. ഈ തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള സഹതടവുകാരനും ഒരുമിച്ചായിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇവർ ഒരുമിച്ച് ആസൂത്രണം ചെയ്തു. പക്ഷേ ഇതിനും ഇയാൾക്ക് ഇത് മുറിച്ച് പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞില്ല എന്ന വിവരമാണ് ഇപ്പോൾ ഈ സഹതടവുകാരൻ്റെ മൊഴിയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. അതായത് ഈ ഗോവിന്ദച്ചാമിയെ ചോദ്യം ചെയ്തതിലൂടെ അയാൾ നൽകിയിട്ടുള്ള വിവരമാണ് ഇത്. ഞാൻ തനിച്ചല്ല, തനിക്ക് സഹായം തൻ്റെ സഹതടവുകാരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾ ഒരുമിച്ചാണ് ഈ കാര്യങ്ങൾ ആസൂത്രണം ചെയ്തത് എന്ന് അയാൾ അത്തരത്തിലുള്ള വിവരം നൽകിയത്. അയാളുടെ കൂടി സഹായത്തോടെ ഈ ഇരുമ്പ് കമ്പി മുറിക്കുന്ന ശ്രമങ്ങൾ ഉൾപ്പെടെ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. നേരത്തെ സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞതുപോലെ 20 ദിവസം മുമ്പ് തന്നെ ഇത്തരം ശ്രമങ്ങൾ നടന്നിരുന്നു. പക്ഷേ ഈ സഹതടവുകാരനെ ഇത് പുറത്തേക്കിറങ്ങാൻ കഴിഞ്ഞില്ല എന്ന വിവരമാണ് ലഭിക്കുന്നിരുന്നത്. പക്ഷേ ഗോവിന്ദച്ചാമി നമുക്ക് ആ ശരീരപ്രകൃതം അറിയാം, കൃത്യമായി പുറത്തിറങ്ങാൻ കഴിഞ്ഞിരുന്നു. ഒരു കമ്പി മാത്രമാണ് മുറിച്ചത്. അതിൻ്റെ താഴ്ഭാഗത്താണ് മുറിച്ചത് എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അത് ശബ്ദം കേൾക്കാതിരിക്കുന്നതിന് വേണ്ടി ഈ കുളിക്കാൻ കൊടുക്കുന്ന വെളിച്ചെണ്ണ അതിൽ ഒഴിച്ചു. അതിനുശേഷം തുണി കൊണ്ട് കെട്ടിവെച്ച് ഈ ശബ്ദം പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. അത് ഫലം കാണുകയും ചെയ്തു. കാര്യമായ ശബ്ദം പുറത്തു വന്നില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ജയിൽ വാർഡന്മാർ ഇത് അറിയേണ്ടതായിരുന്നു. അങ്ങനെയൊന്നും വന്നിട്ടില്ല. എന്തായാലും ഈ ഘട്ടത്തിൽ ചോദ്യം ചെയ്യലിൽ ഗോവിന്ദച്ചാമി പറഞ്ഞിട്ടുള്ളത് സഹതടവുകാരനും ഇത്തരത്തിൽ സഹായം ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം അത് അയാൾ സ്ഥിരീകരിക്കുകയും സഹതടവുകാരൻ കൂടി ആസൂത്രണം ചെയ്താണ് ഇത്തരത്തിലുള്ള പദ്ധതിയിട്ടത്. അത് ഈ സഹതടവുകാരൻ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അയാളുടെ മൊഴി ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അയാൾ പറഞ്ഞത് നേരത്തെ തന്നെ ഇത് മുറിക്കുന്നതിനുൾപ്പെടെയുള്ള ശ്രമങ്ങൾ അവർ ഒരുമിച്ചാണ് നടത്തിയത്. പക്ഷേ അയാൾക്ക് പുറത്തിറങ്ങാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് വലിയ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്ര അതീവ സുരക്ഷയുള്ള ഒരു ബ്ലോക്കിൽ നേരത്തെ ഈ സെല്ലിലായിരുന്നില്ല ഗോവിന്ദച്ചാമി ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ സെല്ലിൽ, അതീവ സുരക്ഷയുള്ള ഈ സെല്ലിലേക്ക് മാറ്റി അവിടെ ദിവസങ്ങളെടുത്ത് ഇത് ആസൂത്രണം ചെയ്തു. അതിൽ ടെക്നിക്കൽ, അതായത് ഇതിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി അതിനെല്ലാ പദ്ധതി കൃത്യമായ പ്ലാൻ ചെയ്ത് ഇത് നടപ്പിലാക്കിയെന്നതാണ്. നേരത്തെ ഈ ചോദ്യം ചെയ്യലിൽ ഗോവിന്ദച്ചാമി പറഞ്ഞത് അതൊരു മുറിക്കുന്ന ആദ്യഘട്ടത്തിൽ, ഇത് മുറിച്ചു വരുന്ന ഘട്ടത്തിൽ ഇത് ജയിൽ വാർഡന്മാർക്ക്, ജയിൽ ഉദ്യോഗസ്ഥർക്ക് തിരിച്ചറിയാതിരിക്കാൻ, മനസ്സിലാവാതിരിക്കുന്നതിന് വേണ്ടി അവിടെ ഈ നൂല് കൊണ്ട് കെട്ടിവെച്ചിരുന്നു. ആ നൂല് കൊണ്ട് കെട്ടിവെച്ച ഭാഗം ഒരു ജയിൽ വാർഡൻ തന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ എലി കയറുന്നതുമായി ബന്ധപ്പെട്ട് അത് തടയുന്നതിന് വേണ്ടിയാണ് എന്നൊക്കെയാണ് ഇയാൾ മറുപടി പറഞ്ഞത്. അത് വിശ്വസിച്ചു, അത് ജയിൽ വാർഡൻ വിശ്വസിച്ചു എന്നതാണ്. അതിനുശേഷം അതിൽ കൃത്യമായി ദിവസങ്ങളെടുത്ത് ഇത് മുറിച്ചു മാറ്റിയതിന് ശേഷം ഈ പുറത്തേക്ക്, ഇത് ആദ്യം ക്വാറന്റൈൻ ബ്ലോക്കിലേക്കാണ് പോകേണ്ടത്. അതിന് അവിടുത്തെ കുളിക്കുന്ന ഒരു ടാങ്ക് ഉപയോഗിച്ച് ക്വാറന്റൈൻ ബ്ലോക്കിലേക്ക് അയാൾ എത്തി. അതിൽ കയറി അതിൽ മറികടന്നു. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഈ ടാങ്ക് ഉപയോഗിച്ച്
മുകളിൽ, അതായത് 7.5 മീറ്റർ ഉയരമുള്ള അതിൻ്റെ മുകളിൽ ഈ ഇലക്ട്രിക് ഫെൻസിങ്ങും കടന്ന്, അതായത് ഇലക്ട്രിക് ഫെൻസിങ്ങിലാണ് ഇയാൾ നേരത്തെ തന്നെ ജയിൽ മോചിതരായിട്ടുള്ള അന്തേവാസികളുടെ ഇലക്ട്രിക് ഫെൻസിംഗിൽ ആ സമയത്ത് പവർ ഉണ്ടായിരുന്നില്ല. അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സംഭവിക്കുന്നതാണോ, അതോ അതൊക്കെ ഈ ആസൂത്രണത്തിന്റെ ഭാഗമായി കിട്ടിയ സഹായങ്ങളുടെ പട്ടികയിൽ പെടുത്താവുന്നതാണോ? വിജയകുമാർ, അങ്ങനെ ഒരു സഹായം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ സുരക്ഷാ വീഴ്ചയാണ്. അത് അത്രത്തോളം അന്വേഷണം അതിൽ നടക്കേണ്ടതാണ്. ഈ ഇരുമ്പ് ഫെൻസിങ് എന്നുള്ളത് അതിൽ വൈദ്യുതി പ്രവാഹം ഉണ്ടാവേണ്ടതാണ്. അത് ജയിലിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമാണ്. അപ്പോൾ ഗോവിന്ദചാമി ഈ തുണി അതിൽ കെട്ടുന്ന സമയത്ത് സ്വാഭാവികമായും അതിൽ ഈ വൈദ്യുതി പ്രവാഹം ഉണ്ടായിട്ടില്ല. വൈദ്യുതി പ്രവാഹമുണ്ടെങ്കിൽ അങ്ങനെ തുണി കെട്ടി അയാൾക്ക് ഈ മതിൽ മറികടന്ന് അപ്പുറത്തേക്ക് കടക്കാൻ സാധിക്കില്ല. അപ്പോൾ അവിടെ വൈദ്യുതി പ്രവാഹം ഉണ്ടായിട്ടില്ല. CCTV നിരീക്ഷണം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് മറ്റ് ബ്ലോക്കുകളേക്കാൾ CCTV നിരീക്ഷണം ഈ 10ാം ബ്ലോക്കിൻ്റെ പ്രത്യേകിച്ച് ഈ B സെല്ലിൻ്റെ ഭാഗത്തുണ്ട്. കാരണം അത് അതീവ സുരക്ഷാ സെല്ലാണ്, ഇത്തരത്തിലുള്ള കൊടും ക്രിമിനലുകളുള്ള സെല്ലാണ്. അപ്പോൾ അക്രമകാരികളായിട്ടുള്ള അവരെ പാർപ്പിച്ചിട്ടുള്ള സെല്ലാണ്. അവിടെ CCTV നിരീക്ഷണം കൂടുതൽ ശക്തമാണ്. അപ്പോൾ ഈ CCTV നിരീക്ഷിക്കുന്നതിന് വേണ്ടി രാത്രി അവിടെ ഡ്യൂട്ടിയിൽ ഉദ്യോഗസ്ഥർ ഉണ്ടാവേണ്ടതാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർ അത് നിരീക്ഷിച്ചിട്ടില്ലേ? എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചത്? അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇയാൾക്ക് ഇത് മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന സംശയമാണ് ഈ ഘട്ടത്തിൽ എന്തായാലും ഉയരുന്നത്. എന്തായാലും അതിസൂക്ഷ്മമായ ഒരു ഗോവിന്ദചാമി നടത്തിയിട്ടുള്ളത് അവിശ്വസനീയമായ ഒരു ജയിൽ ചാട്ടം തന്നെയാണ്. ശരിയായിരുന്നു. എന്തായാലും അതിലൊരു കൗതുകം ഈ ഇത് മുറിച്ച് നൂല് കെട്ടി വെച്ചത് എന്തിന് എന്ന ചോദ്യത്തിന് എലി കയറാതിരിക്കാനാണ് എന്ന് ഇയാൾ മറുപടി പറയുന്നു. ആ വാർഡൻ അത് വിശ്വസിച്ചു പോകുന്നു. ഒരു പരീക്ഷണം നടത്തിയില്ല, അല്ലെങ്കിൽ ഒരു പരിശോധന നടത്തിയില്ല, അല്ലെങ്കിൽ ആ ഭാഗം ഒന്ന് ഇളക്കി നോക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തില്ല, അത് വിശ്വസിച്ചു പോകുന്നു എന്നൊക്കെയാണ് ജയിൽ വാർഡൻ്റെ കാര്യത്തിൽ വരുന്ന വിവരങ്ങൾ. ഇതൊക്കെ കേരളത്തിൽ ഒരു ജയിലിൽ സംഭവിക്കുമോ എന്നത് അവിശ്വസനീയതയോടെ മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയൂ. സമഗ്ര അന്വേഷണം നടത്തുമെന്നും ജയിൽ മേധാവി പറഞ്ഞിട്ടുണ്ട്. 3 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ കൂടി നടപടി നേരിടും. ഇന്ന് വൈകിട്ടോടെ അതിൻ്റെ വിവരങ്ങൾ വരും എന്ന് നേരത്തെ ദീപക് ധർമ്മടം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും അങ്ങേയറ്റം അവിശ്വസനീയമായ സംഭവങ്ങൾ തന്നെയാണ്, വിശ്വസിക്കാൻ കഴിയാത്ത വിവരങ്ങൾ തന്നെയാണ് ഈ ചോദ്യം ചെയ്യലിൽ വരുന്നത്. അങ്ങനെ തന്നെയാണോ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്കറിയില്ല. ഏറ്റവും പുതിയ വിവരങ്ങളാണ് അരുൺ പൂപ്പറമ്പ് നൽകിയത്.